ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ടീച്ചർ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നതിനെ പരോക്ഷമായിട്ട് ടീച്ചർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രത്യക്ഷമായിട്ട് ടീച്ചർ അതിനെതിരെ കലാപമുണ്ടാക്കാനോ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിനെതിരെ വിപ്ലവം കൂട്ടാനോ ഒന്നും ശ്രമിക്കുന്നുമില്ല. കഥകളിൽ പക്ഷേ അതൊരു ഒരു അടിയൊഴുക്കായി എല്ലാ കഥകളിലും കാണുന്നുമുണ്ട്. ടീച്ചർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് നമ്മുടെ അടിസ്ഥാനപരമായി തെറ്റ് ഫെമിനിസത്തിൽ നിർവചിക്കുന്നതിലാണ്. ഈ പറയുന്നത് പോലെ ഒരേ ഒരു ഫെമിനിസം അല്ല ഉള്ളത്. ഫെമിനിസം പലതാണ്. ഒരർത്ഥത്തിൽ മിനി ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കും, മറ്റൊരർത്ഥത്തിലല്ല. അപ്പോൾ ഈ ഫെമിനിസത്തെ നമുക്ക് ബ്രോഡായിട്ട് തിരിച്ചാൽ മോഡറേറ്റ് റാഡിക്കൽ എന്ന് പറയാം. ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ് കലാപകാരികൾ. അവർ കുടുംബം നിരസിക്കുന്നു, മാതൃത്വം നിരസിക്കുന്നു. അവർ പറയുന്നത് നമ്മുടെ വ്യക്തിത്വം, അതിൻ്റെ സാക്ഷാത്കാരം, അതിന് മുന്നിൽ തടസ്സങ്ങളായിട്ട് കാണുന്നതിനെയൊക്കെ ചവിട്ടി ഒഴിക്കുക എന്നാണ് അവർ പറയുന്നത്. എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കുടുംബം പ്രിയപ്പെട്ടതാണ്. എൻ്റെ കുടുംബത്തെ എനിക്ക് ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് 3 പുരുഷന്മാരാണ്. സ്വാധീനിച്ചു എന്ന് പറയത്തക്ക ഒരു സ്ത്രീയും എൻ്റെ ലൈഫിലില്ല. സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ എഴുത്തുകാരനായിരുന്നു. അച്ഛനാണ് എന്നെ ഈ നിലയിലേക്ക് വളർത്തിയിരുന്നില്ല, മരിച്ചുപോയി. രണ്ടാമത്തേത് എൻ്റെ ഭർത്താവ്, ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ എന്നെ പഠിപ്പിച്ചതും കൂടുതൽ എന്നെ ബോധവതിയാക്കിയതും അദ്ദേഹമാണ്. 3 എൻ്റെ ഗുരു ഡോക്ടർ അയ്യപ്പ പണിക്കർ. ഇത് 3 അല്ലാതെ ഇപ്പോൾ എൻ്റെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ കിരൺ ബേഡിയാണ് സ്വാധീനിച്ചതെന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ മോഡൽ ഇല്ല. എനിക്ക് ഇവർ 3 പേരാണ്. അവർ 3 പേരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ഞാനങ്ങനെ തള്ളിപ്പറയും? എനിക്കത് സാധിക്കില്ല. പിന്നെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്വന്തം സ്വത്വത്തെ സാക്ഷാത്കരിക്കുന്ന ഫെമിനിസമാണ് എൻ്റേത്. അത് ഞാൻ ഈയിടെ ഹെയ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തപ്പോഴും ഞാനത് പറഞ്ഞു. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഫെമിനിസ്റ്റാണ് ഞാനെന്ന് പറഞ്ഞു. വ്യക്തിയാധിഷ്ഠിത ഫെമിനിസം. അങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യത്തിലെ നിർവചനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആ പറഞ്ഞ വാക്കുകൾ ഒരു പ്രമുഖ മലയാള പത്രം അടിച്ചു വന്നത് എഴുത്തിൽ ഞാൻ ഫെമിനിസ്റ്റ് അല്ല, പക്ഷേ ജീവിതത്തിൽ ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞു. ഹെയ് ഫെസ്റ്റിവലിൽ ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആരോ അതിന് ഇത്രയും വലിയൊരു ട്രാൻസ്ലേഷൻ കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ജീവിതത്തിൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യവും എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സെമിനാറിന് പോവുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ സ്വന്തം അടുത്തടി, ഇപ്പോൾ തിരുവനന്തപുരമാണ്, കൊല്ലത്തൊരു സെമിനാർ വന്നാൽ ഭാര്യയെ വിടാത്ത ഭർത്താക്കന്മാരുണ്ട്, പോകണ്ട എന്നും പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയൊരു കലാപകാരിയാകേണ്ട ഒരു കാര്യവും വന്നില്ല. ടീച്ചർ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അടുത്ത ഇടയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾ, ഒരു പ്രമുഖനായ ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മൾ എഴുത്തുകാരികളുടെ കഥ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കണം, ഒരു പുതിയ എഴുത്തുകാരിയുടെ കഥ കൊടുക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വളരെ വിചിത്രമായി തോന്നുന്ന ഒരു വസ്തുത, കുട്ടികൾക്ക് വായിച്ച് കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തക്കവണ്ണം ലൈംഗികതയില്ലാത്ത ഒരു കഥ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല എഴുത്തുകാരികളുടെ എന്നാണ്. അപ്പോൾ ടീച്ചർ അതിന് മുമ്പിലത്തെ തലമുറയിൽപ്പെട്ട, അപ്പോൾ KR മീര ആ ഒരു തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ടീച്ചർ അതിന് തൊട്ട് മുമ്പ് എഴുതി തുടങ്ങിയ ആളാണ്, ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ആളാണ്. ടീച്ചറിൻ്റെ കഥകളിൽ അത്തരം ഒരു വിഷയം ഇല്ലതാനും. ടീച്ചർ എങ്ങനെയാണ് ഇതിനെ നോക്കി? എന്നാൽ ലൈംഗികത ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ നമ്മുടെ എഴുത്തുകാരികൾക്ക് സംഭവിച്ച, ഞാൻ അപജയം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ടീച്ചർ അതിനെ എങ്ങനെ കാണും? ഇല്ല, അത് അപജയമല്ല. ഇപ്പോൾ മുൻപ് മാധവിക്കുട്ടി എഴുതി തെളിഞ്ഞപ്പോൾ വലിയ ഒരു മത്സരവേദി അല്ലായിരുന്നു എഴുത്ത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രത്യേകിച്ച് ഈ പെണ്ണെഴുത്ത് എന്നൊരു വിഭാഗം പടിഞ്ഞാറ് നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം എഴുത്തുകാരികളുടെ അംഗസംഖ്യ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊരു പെണ്ണിനെ കണ്ടാൽ തീർച്ചയായിട്ടും അവൾ ഒന്നുകിൽ ഒരു കവിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കഥാകൃത്തായിരിക്കും, നിർബന്ധമാണ്. അപ്പം ഇങ്ങനെ മുളച്ച് വരുമ്പോൾ നമ്മുടെ ശബ്ദം ഒന്ന് വേറിട്ട് കേൾപ്പിക്കണം എന്നൊരു ത്വര ഇവർക്ക് വരും. അതിനാണ് ഇവർ ആവശ്യമില്ലെങ്കിൽ പോലും ലൈംഗികതയെ ഒരു ആയുധമാക്കി എടുക്കുന്നത്. എൻ്റെ കഥകളിൽ ലൈംഗികതയുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷമായിട്ടില്ല, പരോക്ഷമായിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ധ്വനിപാഠമായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ മലയാള മനോരമയുടെ വാർഷിക പതിപ്പിൽ ഒരു ലഘു നോവൽ ഞാൻ എഴുതിയിരുന്നു. അത് ഒരു എയ്ഡ്സ് ആണ് അതിൻ്റെ തീം. എയ്ഡ്സ് പോലൊരു തീം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ലൈംഗികത ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. പക്ഷേ അശ്ലീലച്ചുവ കൊണ്ടുവരാതെ തന്നെ അതിൽ എനിക്കത് നല്ലവണ്ണം കൊണ്ടുവരാൻ പറ്റിയെന്നാണ് എൻ്റെ വായനക്കാരും പറയുന്നത്, ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഈ അപജയം എന്ന് മിനി പറഞ്ഞ വാക്ക്
എഴുത്തുകാരികളിൽ ഉണ്ടാക്കുന്ന ഒരു 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 വെപ്രാളമാണ്, വിഭ്രാന്തിയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി സ്ഥാപിച്ചെടുക്കണം, ഒരു സ്പേസ് ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ആവേശം കൊണ്ടാണ്. അത് നിൽക്കില്ല. പക്ഷെ KR മീരയൊക്കെ ആൾക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന KR മീര ലൈംഗികത ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും നല്ല ഭാവുക മനോഹരങ്ങളായ കഥകൾ എഴുതുന്ന എഴുത്തുകാരിയാണ്. പക്ഷേ വേറെ ചില എഴുത്തുകാരികൾ, പേര് ഞാൻ പറയുന്നില്ല, അവരൊക്കെ മിനി പറഞ്ഞ ആ ഒരു അപജയത്തിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ, ഇതേ വിഷയം തന്നെ ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞല്ലോ, അവർക്ക് ഒരു പരിഭ്രമത്തിൽപ്പെട്ടവരെന്തോ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സമചിത്തതയില്ലാത്ത എഴുത്തിലേക്ക് നമ്മുടെ എഴുത്തുകാരികൾ നീങ്ങിപ്പോകുന്നു. അപ്പോൾ 1-2 എഴുത്തുകാരികളെ മാറ്റി നിർത്തിയാൽ ഒരു പിന്തിരിഞ്ഞ് നോക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പിന്നാലെ പോയ എഴുത്തുകാരികൾ എന്താണ് ചെയ്തതെന്ന് അറിയുകയോ ചെയ്യുന്നില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അതെ, ഒരു വായനയുടെ ഒരു അഭാവം, സംസ്കാരം, പൂർവ്വസൂരികളുടെ സംസ്കാരം ഉൾക്കൊള്ളാനുള്ള ഒരു വിമുഖത, ഇതൊക്കെ അതിലുണ്ട്. ഒരുപക്ഷെ മാധവിക്കുട്ടിയെ തന്നെയും വായിച്ചെടുത്തത് വേറൊരു തരത്തിലാണ് എന്ന് തന്നെയല്ലേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതെ, മാധവിക്കുട്ടിയുടെ കഥകളിൽ ലൈംഗികത മാത്രമേ പലരും ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതല്ലാതെ എത്രയോ നല്ല കൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അതിലെ മാധവിക്കുട്ടിയുടെ കഥകളിൽ കാണുന്ന സ്വാതന്ത്ര്യ ബോധം പോലെ ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് എഴുതിയിട്ട് പോലുമില്ല. പക്ഷേ നമ്മൾ ആ നല്ല പാഠങ്ങളെയെല്ലാം കളഞ്ഞ് നമുക്ക് വേണ്ടത് മാത്രം എടുക്കുന്നു. അതിലാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത്. ടീച്ചർ കവിതകളാണല്ലോ ആദ്യം എഴുതിയിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ആ പുസ്തകത്തിനകത്തും നമ്മളൊരു കവിത കാണുന്നുണ്ട്. ടീച്ചർ കവിത മതിയാക്കിയോ അതോ കഥയിലേക്ക് മാത്രം? കവിത എന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ഒരു എന്താ പറയുക, പ്രസിദ്ധീകരണ യോഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലത് എൻ്റെ സ്വന്തം വിലാപങ്ങളും എൻ്റെ ചില ചിന്തകളും ഒക്കെ ഇങ്ങനെ കവിതയുടെ രൂപത്തിൽ വരുന്നതേ ഉള്ളൂ. അത് കുറച്ച് ഇടയ്ക്ക് മാതൃഭൂമിയിലും കലാകൗമുദിയിലും ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ടങ്ങനെ പോയില്ല. എൻ്റെ കയ്യിലുണ്ട് ഒരു ഡയറി നിറച്ച്, പക്ഷെ അത് മറ്റുള്ളവർ കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല.